വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആഴി സെയിലിൽ വാങ്ങിച്ച പ്രൊഡക്റ്റുകൾ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ മെയിനായിട്ട് രണ്ട് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്, കൃഷ്ണ സിൽസിൽ നിന്നും ഫാൻറ്റസി പാർക്കിൽ നിന്നും. ഇത് രണ്ടും പാലായിലുള്ള, കോട്ടയം പാലായിലുള്ള കടയാണ് കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പാണ്. ടോപ്പല്ല, കോഡ് സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോഫി ബ്രൗൺ കളറിലെ ടോപ്പാണിത്. ഈ സെയിം കളർ തന്നെ പ്ലെയിൻ ആണ് ബോട്ടം വരുന്നത്. ഈ വർക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കാണുമ്പോൾ ശരിക്കും ത്രെഡ് വർക്ക് പോലെ തോന്നും, പക്ഷേ ഇത് ത്രെഡ് വർക്കല്ല, പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് റേറ്റ് വരുന്നത് ഒരു 389 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ റേറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അടുത്തത് ഒരു ടോപ്പാണ്. ഇതൊരു മെറൂൺ കളറിലെ ഒരു ടോപ്പ്. ഇതിൻ്റെ നെക്കിൽ മാത്രം ഇങ്ങനെ വർക്ക് വന്നിട്ട് കുറച്ച് നല്ല ലോങ് ആയിട്ടുള്ള സ്ലൈഡ് സിറ്റ് വരുന്ന ടോപ്പാണ്. ഇതിന് ഒരു 500 എബോവ് റേറ്റ് വരും. ദെൻ ഒരു വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. വൈറ്റും ബ്ലാക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ബോറടിക്കൂലേ. അപ്പം ഇതാണ് നമുക്കൊരു ഓണത്തിനല്ല എന്തെങ്കിലും അതുപോലൊരു വൈറ്റ് ഒരു മാമുദിസയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. നല്ല രസം, ഭയങ്കര ഇഷ്ടപ്പെടും എനിക്ക്. ഇതിൻ്റെ മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്യുമോ അങ്ങനെയൊന്നും വേണ്ട. ബാക്കിയൊക്കെ എനിക്ക് ഷേപ്പ് ചെയ്യണം, ഇത് ഷേപ്പ് ചെയ്യൊന്നും വേണ്ട. നല്ല ബോഡിയിൽ ഹഗ്ഗായിട്ട് ഇങ്ങനെ കിടക്കും. നല്ല രസമുണ്ട് കാണാൻ, ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വൈറ്റ് ആയതുകൊണ്ട്. പിന്നെ വന്നത് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് മീൻസ് എൻ്റെ കൈ ഇല്ലായിരുന്നു. കൈ വെച്ചിട്ടില്ല, പക്ഷേ ഇവിടെയൊക്കെ ഞാൻ അടിച്ച് ഷേപ്പ് ചെയ്തു. ഇത് ആക്ച്വലി പ്ലെയിൻ ആണ്, ഇത്രേ ഉള്ളൂ, വർക്കൊന്നുമില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇട്ട് കഴിയുമ്പം നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ സ്ലീവ്ലെസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ഒരു കോഡ് സെറ്റ്. അതിൻ്റെ പാൻറ്റും സെയിം തന്നെ മെറ്റീരിയലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിനും എനിക്ക് തോന്നുന്നു 600, ഇത് 900 എടുത്ത് വന്നു കേട്ടോ. അത് ആ ഒരു കോഡ് സെറ്റിന്. പിന്നെ വന്നത് ഇത് കോട്ടനാണ്. കോട്ടൺ സാധാരണ നമ്മൾ ചർച്ചിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. കോട്ടൻ്റെ കളർ നല്ല ഭംഗിയുണ്ട്. എൻ്റെ പ്രിൻ്റ് നല്ല രസമുണ്ട്, നല്ല കോട്ടൻ്റെ നല്ല അടിപൊളി പ്രിൻ്റ്. നെക്കിൽ നല്ല വർക്കൊക്കെ വന്നിട്ട്, കയ്യിൽ വർക്കൊന്നുമില്ല, നെക്കിൽ മാത്രം വർക്ക് വന്നിട്ട്, പക്ഷേ ഇടാൻ നല്ല സുഖമായി, നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, ഇടാൻ നല്ല സുഖമാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് വേറൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതിന് രണ്ടിനും വന്നിരിക്കുന്നത് 220 അത്രേ വന്നിട്ടുള്ളൂ കേട്ടോ, റേറ്റ് വന്നിട്ടുള്ളൂ. ഇത് ഈ സെയിം തന്നെ മെറ്റീരിയൽ ഞാൻ തിരിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രിൻ്റ് വരുന്നത്. ഈ സെയിം തന്നെ ബോട്ടം വരുന്നുണ്ട്. പിന്നെ ഒരു ചുരിദാറാണ്. ചുരിദാറിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. എന്താ പറയുക, ഒരു ഓറഞ്ച്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറിലെ ഓറഞ്ച്. ഇപ്പോഴത്തെ അല്ല, ഒരു 2-3 മാസം മുന്നത്തെ ഒരു ട്രെൻഡിങ് കളറായിരുന്നു ഓറഞ്ച്. സോ ബേൺഡ് ഓറഞ്ച്, അങ്ങനെ തന്നെ പറയാം, ബേൺഡ് ഓറഞ്ച് കളറ്. ഇതിൽ ശരിക്കും ഇത് സ്റ്റോണാണ് വരുന്നത് കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ വർക്കൊക്കെ ശരിക്കും ഈ പേള് പോലത്തെ ചെറിയ മുത്ത് വെച്ച് വരുന്ന വർക്കുകളാണിത്. ഫുൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ റേറ്റ് ഇത് 949 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിപ്പം ചുരിദാർ സെറ്റാണ്, 3 പീസ് സെറ്റാണ്. പാൻറ്റും ഉണ്ട്, ഷോളും ഉണ്ട്. ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഷോളിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത്, ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത്. പാൻറ്റ് പ്ലെയിൻ ആണ് വരുന്നത് പാൻറ്റ്. പിന്നെ വരുന്നത് വേറൊരു ചുരിദാർ 3 പീസിൻ്റെ ചുരിദാർ സെറ്റ് തന്നെയാണ്. ഇതിൻ്റെ പ്രിൻറ്റും അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ലെമൺ യെല്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നു. കളർ ഇതൊക്കെ കുറച്ച് വലുതാണ്, ഷേപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് പോർഷനിൽ വർക്ക് വരുന്നുണ്ട്, ത്രെഡ് വർക്ക് വരുന്നുണ്ട്, സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ഷോൾ വന്നിട്ട് കോട്ടൺ ഷോളാണ്. ഇത് മെറ്റീരിയലും കോട്ടനാണ് കേട്ടോ. ഇതിൻ്റെ ഷോൾ വന്നിട്ട് കോട്ടനാണ്. ആക്ച്വലി ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു.
ചുരിദാർ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, 3 പീസിൻ്റെ. പിന്നെ വാങ്ങിയത് കൊച്ചിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതൊരു 250 ഒക്കെ വന്നിട്ടുള്ളൂ. കോട്ടൻ്റെയാണ് വാങ്ങിയത്. ഇപ്പം മഴ സമയമായതുകൊണ്ട് അവർക്ക് ഇടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണങ്ങുമല്ലോ. കുറച്ച് കോട്ടൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചാണ്. ഇതാ ഗ്രീൻ കളറിലെ ചെക്കിൻ്റെ ഒരു ഫ്രോക്ക്. സിമ്പിൾ ഫ്രോക്കാണ്, വലിയ വർക്കൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു ബോ പോലെ വന്നിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒരേ പാറ്റേൺ ആണ്. കളർ മാത്രം, ഡിസൈന് മാത്രം ചേഞ്ച് ഉള്ളൂ. എല്ലാം കോട്ടൺ ആണ്. പക്ഷേ പ്യുവർ കോട്ടൺ ആണോ എന്ന് ചോദിച്ചാൽ പ്യുവർ കോട്ടൺ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. 1-2 എണ്ണത്തിൻ്റെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കളർ പോയായിരുന്നു. ഇതിൻ്റെയൊക്കെ കുറച്ച് കളർ മങ്ങിയിട്ടുണ്ട്. അതായത് അവൾക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ വാഷ് ചെയ്ത് വെച്ചതാണ്. ഗ്രീന്, ഈ കളറും ഈ പ്രിൻറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമല്ലേ. ഇതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തു, പക്ഷെ ഇത് നല്ലതായിരുന്നു കേട്ടോ. ഇതിന് കളറും പോയിട്ടില്ല, സ്റ്റഫും നല്ലത്. പലരും പല മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നുന്നത്. കോട്ടൺ തന്നെ പിടിച്ച് നോക്കുമ്പോൾ പക്ഷേ എന്തൊക്കെയോ മിക്സ് ഉണ്ട് എൻ്റെ അകത്തെന്ന് തോന്നുന്നു. ഇതാ വേറൊരു ചെക്കിൻ്റെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അല്ല ഇത് കോട്ടൺ അല്ല, വേറൊരു ഷിഫോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് കണ്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെയും കൊച്ചിൻ്റെയും ഡ്രസ്സ് വരുന്നത്. പിന്നെ അമ്മയ്ക്കൊരു സാരി എടുത്തായിരുന്നു, ചേട്ടനൊരു ഷർട്ട് എടുത്തായിരുന്നു. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി. ഇന്നിപ്പോൾ 1-ാം തീയതി എല്ലാം മിക്ക കടകളിലും 30-ാം തീയതി വരെ ഉള്ളൂ ആഴ്ചയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ എല്ലാവരും പ്രൊഡക്റ്റുകളൊക്കെ എല്ലാവരും എടുത്ത് ഇടുകയൊക്കെ ചെയ്യുക. എല്ലാവർക്കും കാണാമല്ലോ. ശരി, ബൈ ബൈ.